വിശേഷം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് പാവയ്ക്ക കിച്ചടി. ഇതിനു മുൻപ് ഞാൻ ഒരുപാട് കിച്ചടികളും അതുപോലെ തന്നെ പച്ചടികളും ഇട്ടിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത് ക്യാരറ്റ് പച്ചടിയാണ്. അപ്പോൾ സദ്യ റെസിപ്പീസിൽ വെച്ചിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ളത് നമ്മൾ പച്ചടിയും അതുപോലെ തന്നെ കിച്ചടിയാണ്. അതിൽ വെച്ചിട്ട് ഏറ്റവും ഈസി കിച്ചടിയാണ്. അപ്പൊ ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന വിളക്കും അതുപോലെ തന്നെ ഓട്ടുപാത്രങ്ങളൊക്കെ എങ്ങനെയാണ് നല്ല ക്ലീൻ ആക്കി വെക്കുക എന്നുള്ള വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വിഷുക്കണി ഒക്കെ വെക്കേണ്ട സമയമല്ലേ വരുന്നത്, വിഷു ആണ് വരുന്നത്. അപ്പൊ എല്ലാവരും നല്ല തിളങ്ങുന്ന ഓട്ടുപാത്രങ്ങളും വിളക്കുകളൊക്കെ വെച്ചിട്ട് വിഷുക്കണി ഒരുക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ വീണാസ് കറികളിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ നാട്ടിൽ പോയപ്പോൾ ചെയ്തിട്ടുള്ളതാണത്. അത് കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ നാളെ ചെയ്യാൻ പോകുന്നത് വിഷു പ്രമാണിച്ചിട്ട് ശർക്കര വരട്ടിയുടെ വീഡിയോ ആണ്. കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിൽ പോയപ്പോൾ പഴം ഉപ്പേരി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാ ചിപ്സ് ഞാൻ ചെയ്തിട്ടില്ല. അത് അടുത്ത ഓണത്തിന് തീർച്ചയായിട്ടും ഞാൻ ചെയ്യാം. ശർക്കര വരട്ടി വളരെ ഈസിയാണ് തയ്യാറാക്കാൻ. അപ്പൊ നാളേക്ക് നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ പച്ചക്കായൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നാളെ ശർക്കര വരട്ടി ഉണ്ടാക്കി വെക്കാം. അപ്പൊ വിഷു ആകുമ്പോഴേക്കും ഹോം മെയ്ഡ് ശർക്കര വരട്ടി നമുക്ക് റെഡിയാക്കി വെക്കാം അല്ലേ. അപ്പോൾ ഒട്ടും താമസിച്ചാണ്ട് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള സമയം ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക കിച്ചടി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ അളവാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ നന്നായി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കാണിത്. ജസ്റ്റ് ഇത് നെടുകെ കട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇതിലത്തെ കുരുവെല്ലാം റിമൂവ് ചെയ്യണം. കുരുവും ഈ വൈറ്റ് ഭാഗവും നന്നായിട്ടങ്ങ് റിമൂവ് ചെയ്യുക. കൈ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടങ്ങ് അതിൻ്റെ ഉള്ളിലത്തെ കംപ്ലീറ്റ് ഭാഗം റിമൂവ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂണിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇത് റിമൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പോർഷൻ്റെ അങ്ങനെ റിമൂവ് ചെയ്യാം. ഞാൻ പാവയ്ക്ക കിച്ചടി സദ്യക്ക് അല്ലെങ്കിലും സാധാരണ ദിവസങ്ങളിൽ ഉണ്ടാക്കാറുള്ള ഒരു സംഭവമാണ്. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് പാവയ്ക്ക, എനിക്കും ജാനും. വൈറ്റ് പോർഷൻസ് കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്താൽ മതി കേട്ടോ, കാരണം ഇത് വറുത്തെടുക്കേണ്ടതാണ്. ചിലർ വളരെ നൈസാക്കി കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം തോന്നുന്നത് അതുപോലെ ചെയ്തോളൂ. എനിക്കിപ്പോൾ ഇച്ചിരി വലുതാക്കി കട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. അല്ലെങ്കിൽ ഇതിനെ ജസ്റ്റ് ഒന്നും കൂടെ കട്ട് ചെയ്തിട്ടും അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നൈസായിട്ടുള്ള പീസസ് ആയിട്ട് അങ്ങ് മുറിക്കുക. എല്ലാതും ഈവൻ ആയിട്ടുള്ള അളവാണെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഈവൻ ആയിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം മൊത്തത്തിൽ പാവയ്ക്ക കംപ്ലീറ്റ് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്യാം കേട്ടോ, ഈ ഒരു തിക്നെസ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു കൈപ്പയ്ക്ക, അതായത് പാവയ്ക്ക മുഴുവനും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് വേണം. അരയ്ക്കുന്ന കൂട്ടത്തിൽ കൂടെ ഒരു പച്ചമുളക് ഇട്ട് അരയ്ക്കുന്നുണ്ട് ഞാൻ. അത് മാത്രമല്ല ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെയും ഒരു പച്ചമുളക് ഇട്ട് വറക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരയ്ക്കുന്ന കൂട്ടത്തിൽ കൂടെ മാത്രം പച്ചമുളക് ഇട്ട് അരച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് 2 പച്ചമുളകും കൂടെ ഇതിലേക്ക് അരിഞ്ഞ് വെക്കുക, വറക്കാൻ വേണ്ടി, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണത്. പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് ഇതിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്തണം. അപ്പോൾ നമുക്ക് ഇനി ഇത് വറുത്തെടുക്കണം. ഈ പാവയ്ക്കയിൽ വെള്ളം ഒട്ടും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ പാവയ്ക്കയിൽ വെള്ളം ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിച്ചൺ ടിഷ്യൂ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചിട്ടോ നന്നായിട്ട് അങ്ങ് തുടച്ചു കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് തുടച്ചെടുക്കട്ടെ ഞാൻ. അപ്പോൾ ഞാൻ ഈ പാവയ്ക്ക പീസസ് നന്നായിട്ട് ഞാൻ ഒരു കിച്ചൺ ടിഷ്യൂ വെച്ചിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലോട്ട് ഒരു അല്പം ഉപ്പ് വിതറി കൊടുക്കണം. കാരണം ഉപ്പ് ഉണ്ടെങ്കിലാണ് ആ വറുത്ത് വരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ജസ്റ്റ് കുറച്ച് ഉപ്പ് മാത്രം ഒന്ന് വിതറി കൊടുക്കുക. ഒരുപാട് ഉപ്പാവാൻ പാടില്ല കേട്ടോ. ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ ഇത് വെക്കുക. അതിനുശേഷം നമുക്കിതങ്ങ് എണ്ണയിലങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. കാരണം ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് തനതായ ടേസ്റ്റ് കിട്ടുള്ളൂ. അതേസമയം നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ഫ്രൈ ചെയ്യാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിനി പാവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായിൽ വെളിച്ചെണ്ണ എടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ഒരു മീഡിയം ചൂടാവുന്ന സമയത്ത് അതിലോട്ട് പാവയ്ക്ക ഇട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. മീഡിയം ചൂടാവുന്ന സമയത്ത് വേണം നമ്മൾ ഇതിലോട്ട് നമ്മുടെ പാവയ്ക്കയുടെ പീസസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒറ്റ ബാച്ചായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം ഇത് കുറച്ച് കഴിയുമ്പോഴേക്കിനും അങ്ങ് ചുരുങ്ങി പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ എപ്പോഴും ഇടാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതങ്ങ് കരിയണ പോലെ തോന്നും, പക്ഷേ ഉള്ളിലങ്ങ് ശരിക്കും കുക്കാവാണ്ട് ക്രിസ്പ് ആവാണ്ടിരിക്കും. ഇത് നല്ല ക്രിസ്പി ആയിരിക്കണം കേട്ടോ. ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ അങ്ങ് നല്ല ക്രിസ്പി ആവുന്ന വരെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സമയം പിടിക്കും, ഒരു 10-15 മിനിറ്റ് എടുക്കും ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാൻ. കളർ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 5 മിനിറ്റും കൂടി എടുക്കും നല്ല ക്രിസ്പി ആയിട്ട് വരാൻ. എണ്ണ കുറച്ച് മതി എന്നുണ്ടെങ്കിലും 2 ബാച്ചായിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ആവാറായിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. ആ സമയത്ത് നമുക്ക് ഒരു 1/4 ഭാഗം ഫ്രൈ ആയിരിക്കുന്ന സമയത്ത് ഇതിലോട്ട് പച്ചമുളക് അരിഞ്ഞതങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പാവയ്ക്ക കിച്ചടിയും വെണ്ടയ്ക്ക കിച്ചടിയൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ സമയം പോകുന്നത് ഈ ഫ്രൈ ചെയ്യുന്ന കാര്യത്തിൽ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നാളെയാണ് വിഷു എന്നുണ്ടെങ്കിൽ ഇന്ന് തലേദിവസം രാത്രി ഇതങ്ങ് ഫ്രൈ ചെയ്ത് വെക്കാം. അപ്പോൾ പാവയ്ക്കാണെങ്കിലും വെണ്ടയ്ക്കാണെങ്കിലും ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അത് തണുത്തതിന് ശേഷം ഒരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അരച്ചതിന് ശേഷം വിളമ്പുന്ന സമയത്ത് മാത്രം അതിന് മുകളിലോട്ട് ഈ പാവയ്ക്കോ അല്ലെങ്കിൽ വെണ്ടയ്ക്കോ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ക്രിസ്പി ആയിട്ട് ഉണ്ടാവുള്ളൂ.
ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. എനിക്ക് അങ്ങനെ എപ്പോഴും നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ ഇത് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ആക്കുമ്പോൾ തന്നെ സൗണ്ട് കേൾക്കാൻ പറ്റും. പിന്നെ പുറത്ത് വെച്ചതിന് ശേഷം കുറച്ചും കൂടെ അങ്ങ് നല്ല ക്രിസ്പി ആയിട്ട് മാറും. എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങ് ആകെ കരിഞ്ഞു പോകും. അതുകൊണ്ട് സൂക്ഷിക്കണം. വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റി ഒരു കിച്ചൺ ടിഷ്യൂലോട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയിലോട്ടോ മാറ്റി വയ്ക്കാം. ഇതാ അപ്പോൾ കംപ്ലീറ്റ് ഞാൻ ഒരു കിച്ചൺ ടിഷ്യൂലോട്ട് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തണുക്കുമ്പോൾ കുറച്ചും കൂടെ അത് ക്രിസ്പി ആയിട്ട് മാറും. നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടി മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കുക. അതിലോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ തേങ്ങ. പിന്നെ നിങ്ങൾക്ക് തേങ്ങ ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ ചേർക്കാതെയും ഇത് ഉണ്ടാക്കാൻ പറ്റും. ക്യാരറ്റ് പച്ചടിയിൽ പറഞ്ഞിരുന്നില്ലേ, അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. നമ്മൾ ചേർക്കാൻ പോകുന്ന പച്ചമുളകും അതുപോലെ തന്നെ കടുകും ചതച്ചിട്ടാൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിലെന്തായാലും ഒത്തൻറ്റിക് രീതിയിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. തണുപ്പില്ലാത്ത തേങ്ങ ആയിരിക്കണം. അതായത് ഫ്രീസറിൽ നിന്ന് നേരിട്ട് എടുത്തിട്ട് ഒരിക്കലും തേങ്ങ അരയ്ക്കാൻ പാടില്ല. 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലോട്ട് ഒരു 10-15 കടുക്, ഒരുപാട് കടുക് വേണ്ട കേട്ടോ, 10-15 കടുക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു പച്ചമുളകാണ്. നമ്മൾ 2 പച്ചമുളക് ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യമേ തന്നെ ഒരുപാട് പച്ചമുളക് ഇടണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. നമ്മൾ കിച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെള്ളം ചേർത്തിട്ടല്ല അരയ്ക്കുക, തൈര് ചേർത്തിട്ടാണ് അരയ്ക്കുക. അപ്പോൾ അതിലോട്ട് ഞാനൊരു വലിയ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് തൈര് വേണം. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കറിക്ക് ആവശ്യമായ തൈര് ഒരു 6 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കണം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ വെച്ചിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോർക്ക് വെച്ചിട്ട് അങ്ങ് നന്നായിട്ട് ഉടച്ചു കൊടുത്താലും മതി കേട്ടോ. കാരണം ഇത് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇലയിൽ ഇടുമ്പോൾ ഒലിച്ചു പോകാൻ പാടില്ല. അതിങ്ങനെ കട്ടിയിൽ കിടക്കണം. അതുകൊണ്ട് ഒട്ടും ലൂസ് ആവാൻ പാടില്ല, മോര് പോലെ ആവാൻ പാടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ടയുണ്ടാവാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ തേങ്ങ ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആദ്യം തന്നെ തൈര് ബീറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിലോട്ട് പച്ചമുളകും അതുപോലെ തന്നെ കടുകും കൂടെ നന്നായിട്ട് ചതച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ജീരകം ചിലവർ ചേർക്കാറുണ്ട്. ഞാൻ പക്ഷേ കിച്ചടിയിൽ ഇപ്പോൾ ജീരകം ചേർക്കാറില്ല. കടുകും പച്ചമുളകും മാത്രം ചേർക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ജീരകം വേണമെങ്കിൽ ജീരകത്തിൻ്റെ പൊടി ചേർക്കാം, അല്ലെങ്കിൽ ജീരകം ചതച്ചിടാം, അല്ലെങ്കിൽ അരച്ചിടാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. അപ്പോൾ ഇതിൻ്റെ കട്ടകളൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. പിന്നെ കിച്ചടിയിൽ നമ്മൾ ഒരിക്കലും തൈര് ചൂടാക്കില്ല. ഇതിലോട്ട് നമ്മൾ കാച്ചി ഒഴിക്കുകയാണ് ചെയ്യുന്നത്, അതായത് സീസൺ ചെയ്ത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കുക. അതാണ് പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ ഒട്ടും ചേർത്തിട്ടില്ല, ഫ്രൈ ചെയ്യാൻ വേണ്ടി മാത്രം ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ ഒരു നുള്ള് പഞ്ചസാര ഞാൻ എനിക്ക് ചേർത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി, ഓപ്ഷനിലാണ്. പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന തൈരിന് അല്പം പുളി വേണം. ഒട്ടും പുളിയില്ലാത്ത തൈര് ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതേസമയം ഒരുപാട് പുളി ആയി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ മീഡിയം പുളിയുള്ള തൈര് വേണം എപ്പോഴും നല്ലത്, നമ്മൾ പച്ചടി ആണെങ്കിലും കിച്ചടി ആണെങ്കിലും ചെയ്യുമ്പോൾ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു അല്പം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് കാച്ചി ഒഴിക്കുക. അതായത് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി കാച്ചി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാൻ വെക്കുക. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പാവയ്ക്ക വറുത്ത വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ പുതിയ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഞാനിപ്പോൾ പാവയ്ക്ക വറുത്ത വെളിച്ചെണ്ണ കുറച്ചിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആ വെളിച്ചെണ്ണയിൽ നല്ല ഫ്ലേവർ ഉണ്ടാവും. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെക്കുക. ഏറ്റവും ചെറിയ തീയിലോട്ട് മാറ്റാൻ മറക്കരുത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കിച്ചടിയിലോട്ട് താളിച്ചത് അങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സദ്യ വിളമ്പുന്ന സമയത്ത് മാത്രമാണ് സാധാരണ രീതിയിൽ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കോ അല്ലെങ്കിൽ പാവയ്ക്കോ ചേർത്ത് കൊടുക്കാറുള്ളൂ. നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാവയ്ക്ക് ആകെ അങ്ങ് സോഗിയായിട്ട് മാറും. അതായത് ഇങ്ങനെ ആകെ അങ്ങ് അലിഞ്ഞ പോലെയാവും. ക്രിസ്പിനെസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ കൂട്ടിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അടിപൊളി, എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഉപ്പും പുളിയും ചെറിയൊരു മധുരവും ഒക്കെ ഉണ്ട്. ഇനി ക്രിസ്പി ആയിട്ടുള്ള ലാസ്റ്റ് മിനിറ്റ് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അങ്ങ് സെർവ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണിക്കുന്ന കാരണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. പിന്നെ ഡെക്കറേഷന് വേണ്ടി കുറച്ച് മാറ്റി വയ്ക്കാം. പിന്നെ നിങ്ങൾക്ക് ഇത്ര വലിയ കഷ്ണങ്ങൾ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ പൊടിച്ച് ചേർക്കാം കേട്ടോ. ഇതുപോലെ ഇതിന് മുറിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മുറിഞ്ഞ് വരും. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി വേണമെന്നുണ്ടെങ്കിൽ മുറിച്ചിട്ടാലും മതി. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വലിയ കഷ്ണങ്ങളാക്കി ഇടാനാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ മുറിക്കാണ്ട് ഇടുന്നത്. ഇത്രയുള്ളൂ നമ്മുടെ പരിപാടി.
നമ്മുടെ ഈസി ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക കിച്ചടി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക നമ്മുടെ വിഷുവിന്. അതിനുശേഷം അമ്മയോട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഇതാണ് സ്പെഷ്യൽ ഫുഡ്. ഇതാണ് ഇപ്പം ജാനിൻ്റെ പ്രിയപ്പെട്ട ഫുഡ്. അച്ഛൻ്റെ പാത പിന്തുടരാന്ന് വിചാരിച്ചിട്ട് ഗ്രേറ്റഡ് ക്യാരറ്റ്, ബീട്രൂട്ട്, അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നല്ല പച്ചമാങ്ങ, നല്ല എരിവുള്ള പച്ചമുളക് ഇട്ട ചമ്മന്തി. ഭയങ്കര ടേസ്റ്റാ. മാത്രം കഴിച്ചിട്ട് എങ്ങനെ മനുഷ്യൻ ജീവിക്കുക? അവിയല് തിന്നിട്ട് അവിയലിന്റെ ഇടയിലുള്ള ഗ്രേവി ഇങ്ങനെ വലിച്ചു ഗ്രേവി ഉണ്ടാക്കി തരാം കേട്ടാ. എനിക്ക് വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. ഈസി പീസി. നീ കുറച്ച് മുളപ്പിക്കണ്ടേ? പയറും അതൊക്കെ ഉണ്ടായിരുന്നില്ല അച്ഛൻ്റെ ഇതില്. ഇന്ന് രാത്രി പയർ മുളപ്പിക്കാനാണ്. പയറിടുമ്പോ ടേസ്റ്റ് ഉണ്ടാവും. സാധാരണ എന്താ പ്രശ്നം അറിയോ? ആൾക്കാര് അവര് ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് ഹെൽത്തി ആവുമെന്ന് വിചാരിച്ചാൽ കഴിക്കും. അങ്ങനെയല്ല കഴിക്കണ്ട. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം ഒരു പ്രോസസ്സ് ഫോം ചെയ്യും. അതിലും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി. ഇപ്പം ഒരു ഹെൽത്തി പേഴ്സൺ ആണെന്നുള്ള ഒരു ഐഡന്റിറ്റി. ഒരു ഹെൽത്തി പേഴ്സൺ എന്ത് കഴിക്കും എന്ന് ചിന്തിച്ചാണ്. ഇത് കഴിച്ചാൽ ഹെൽത്തി ആവാന്നല്ല, ഒരു ഹെൽത്തി പേഴ്സൺ എന്ത് കഴിക്കും? അത് ഞാൻ കഴിക്കും. ഓടി വന്നിട്ട് കഴിച്ചോണ്ടിരിക്കണെന്ന് ചുരുക്കം. അത് പുതിയ ടെക്നിക്ക്. എന്തൊക്കെ ഞാൻ കാണണം. എന്തായാലും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസിയാണ്. അതുകൊണ്ട് പരാതികളില്ല. പള്ളി പറഞ്ഞാ മതി. പിന്നെ എവിടെ വെച്ച് കറിവുകൾ നിർത്തും. ഇല്ല, എന്റെ ഭർത്താവ് പറയണ പോലെ ജെനുവിൻ കമന്റ്സ് അല്ലെങ്കിൽ അഭിപ്രായം ആരും പറയില്ല. ഇപ്പൊ മറ്റുള്ള ആൾക്കാർക്ക് നൈബേഴ്സിന് കൊടുത്ത് ഞാൻ വിനിച്ചിട്ട് ഉണ്ടാക്കി തന്നല്ലേ എന്ന് പറഞ്ഞിട്ട് നല്ല അഭിപ്രായം പറയും. അങ്ങനെയല്ല എനിക്ക് വേണ്ടത്. എനിക്ക് ജെനുവിനായിട്ട് ഇതിൽ ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ ഉപ്പ് കൂടി തന്നെ പറയണം. എന്നാലേ എനിക്കത് ഇംപ്രവൈസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് അവർക്ക് എനിക്ക് 100% ഉറപ്പോട് കൂടി കൊടുക്കാം.